ഇപ്പോ ലൈവില് സാബുവിന് റോസ്റ്റ് ചെയ്യാനായിട്ടൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു. പക്ഷേ സാബു അണ്ണൻ റോസ്റ്റ് ചെയ്തില്ല. സാബുവിനെ അറിയാവുന്നവർക്കറിയാം, പുള്ളി റോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൊടൂരമായിട്ടൊക്കെ ചെയ്ത് കളയും. അതായത് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ സാബു അണ്ണൻ ചെയ്തില്ല. അത് പുള്ളിയുടെ ഒരു നേച്ചറാണ്. പുള്ളി കഴിഞ്ഞ തവണ ഇതുപോലെ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോഴും പുള്ളി കണ്ടസ്റ്റൻസിന്റെ കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് എടുത്തിട്ട് അലക്കാറില്ല. ബിഗ് ബോസ് തേച്ചൊട്ടിക്കാൻ പറഞ്ഞു തന്നെയാണ് വിട്ടതെന്നാണ് തോന്നുന്നത്. പക്ഷെ സാബുണ്ണൻ ഇവരുടെ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ചെറിയ രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു. അങ്ങനെ പോയുള്ളൂ. അത് കാണുമ്പോൾ തന്നെ അറിയാം. എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ടാസ്കിന്റെ ബേസിൽ ഒരു റോസ്റ്റിംഗ് ടാസ്ക് എന്നുള്ള നിലയിൽ ശോകമായിരുന്നു ഉള്ള കാര്യം പറഞ്ഞ. പക്ഷെ പുള്ളി അത് പിന്നീട് പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല നിങ്ങളെ വന്നിട്ട്. സംഭവം ഒന്നാമത് സാബുണ്ണൻ എല്ലാ എപ്പിസോഡുകളും കണ്ടിട്ടില്ല. രണ്ടാമത് മൂപ്പര് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെല്ലാരും ഭയങ്കര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയൊക്കെ പെരുമാറുമ്പോൾ അവരെ പിന്നെ ഒരുപാട് എടുത്തിട്ട് അലക്കാനൊന്നും തോന്നൂല. മാത്രമല്ല അവരുടെ കോൺഫിഡൻസ് അതോടെ തീരും. എന്നാലും പുള്ളി അവിടെ എവിടെയൊക്കെ തൊടാതെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി പറയാനുള്ള അവസരം കണ്ടസ്റ്റൻസിനും ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നന്നായിട്ട് മറുപടി പറഞ്ഞു. അക്ബർ വളരെ നന്നായിട്ട് മറുപടി പറഞ്ഞു കേട്ടോ സാബുണ്ണന്. ഞാനത് എന്താണെന്നുള്ള പറയുന്നില്ല, നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ബാക്കി എപ്പിസോഡിൽ കാണാം, അപ്പോഴല്ലേ അതിന്റെ ഒരു രസം. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ അക്ബർ പറഞ്ഞിട്ടുണ്ട്. ആര്യൻ വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അനീഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിപ്പില്ലെങ്കിലും മറുപടി വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് വളരെ നന്നായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവരിത്രയും പേര് വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ മോശമാണെന്നല്ല, ആദിലെയും വലിയ കുഴപ്പമില്ലാതൊക്കെ പറഞ്ഞു. ബാക്കി എല്ലാവരും, അതുപോലെ നെവിനും കുഴപ്പമില്ലാതൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ മറുപടി വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അവരെ കുറിച്ച് പറഞ്ഞതിനുള്ള ഒരു മറുപടി ഉണ്ടല്ലോ, അവരുടെ ഒരു വേർഷൻ, അത് നന്നായിട്ട് അവതരിപ്പിച്ചു. അതാണ് ഉദ്ദേശിച്ചത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. അടുത്ത ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായി എല്ലാവരും പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.